കോൺഗ്രസ് വക്താവ് റോണി കെ ബേബി, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക അസാധ്യമാണ്. കാരണം ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന രണ്ട് മുന്നണികളും ഈ ദേവസ്വം ബോർഡുകളെ ഭരിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ദേവന്റെ ഭൂമിയാണെങ്കിലും അതിൻ്റെ സ്വത്തുക്കളാണെങ്കിലും ഇപ്പോൾ സ്വർണം ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളാണെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും ഇതേ ഭരണാധികാരികൾ തന്നെ കവർച്ച ചെയ്യുമ്പോൾ അതിൽ കോൺഗ്രസിന് ഈ പങ്കിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ശ്രീ റോണി കെ ബേബി. വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ജനൻ ടി വി ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 കേരള നിയമസഭയിൽ അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിന് ആധാരമായി പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് 2014 കൃത്യമായി പറഞ്ഞാൽ നിയമസഭയിലെ ചോദ്യം നമ്പർ 4419, ഡേറ്റ് 17/12/2014, അന്ന് നിയമസഭാംഗങ്ങളായിരുന്ന AK ശശീന്ദ്രൻ, തോമസ് ചാണ്ടി എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും അവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 5 ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമി, അതിലെ ഏറ്റവും അധികം ഭൂമി നഷ്ടപ്പെട്ടത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നമ്മുടെ മലബാർ ദേവസ്വത്തിലാണ്. ആ മലബാർ ദേവസ്വത്തിൽ 1341 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ സർവേ നടന്നത് 1123. അതില് കൈമോശം വന്നത് 24,693. ഇനി ബാക്കിയുള്ളത് വെറും 3112 ഏക്കർ സ്ഥലം. മൊത്തം എത്ര ഭീമമായ ഭൂമി നഷ്ടമാണ് വന്നെന്ന് നോക്കിയേ. അതായത് കൈവശം ഇപ്പോഴുള്ളത് ആകെ 3112 ഏക്കർ സ്ഥലമുണ്ട്. ബാക്കി മുഴുവൻ 24,693 ഏക്കർ സ്ഥലവും ഇവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, ഇത് എന്ന് പറയുന്നത് രഹസ്യമായ കാര്യമൊന്നുമല്ല. കേരളത്തിലെ 5 ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആ ഭൂമികൾ നഷ്ടപ്പെട്ടു പോയത്. ഇതിന്റെ അകത്ത് അതിനുശേഷം ഇത് വലിയ ചർച്ചയായി, നമ്മുടെ കേരളത്തിലെമ്പാടും വലിയ ചർച്ചയായി, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഡോക്ടർ MG രാജമാണിക്യം, കേരളത്തിലെ സിവിൽ സർവീസിലെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഡോക്ടർ MG രാജമാണിക്യത്തിന്റെ നേതൃത്വത്തിൽ അന്ന് പ്രത്യേക കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ഈ ഭൂമി നഷ്ടപ്പെട്ടു പോയതിന്റെ മുഴുവൻ കണക്കുകൾ എടുക്കുവാൻ, പരിശോധിക്കുവാൻ, പഠിക്കുവാൻ. കാരണം ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ കൃത്യമായി തന്നെ അത് പറയുന്നത്. MG രാജമാണിക്യം കമ്മീഷൻ പുറത്തു കൊണ്ടുവന്ന കണക്ക് എത്തിപ്പിക്കുന്നതാണ്. ദേവസ്വം വകുപ്പിന്റെ ഭൂമി ഉൾപ്പെടെ കേരളത്തിന്റെ റവന്യൂ ഭൂമിയുടെ 59%, കൃത്യമായി പറഞ്ഞാൽ 5.5 ലക്ഷം ഏക്കർ സ്ഥലം ഇന്ന് അന്യാധീനപ്പെട്ടിരിക്കുക. വൻകിട കമ്പനികൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി, വൻകിട കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ ടാറ്റ, ഹാരിസൺ മലയാളം, കിയറാൻഡി പോലെയുള്ള വൻകിട കമ്പനികൾ കൈവശം 59% കേരളത്തിന്റെ ടോട്ടൽ റവന്യൂ ഭൂമിയുടെ. എന്നിട്ട് ഡോക്ടർ MG രാജമാണിക്യം ആ ഭൂമി ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ, IPS ഓഫീസറായ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ അപ്പോയിന്റ് ചെയ്തു. അവർ 44 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ ഭൂമി വീട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2016 കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായി. ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. 2 മാസത്തിനകം, കൃത്യമായി പറഞ്ഞാൽ 2016 മെയ് മാസത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നു. 2016 ജൂലൈ തൊട്ട് ഈ മുഴുവൻ കേസുകളും ഹൈക്കോടതിയിൽ സർക്കാർ തോറ്റുപോകാൻ തുടങ്ങി. അവർ ആദ്യം ചെയ്തറിയോ, സുശീല ഭട്ട് ഏറ്റവും മിടുക്കിയായിട്ടുള്ള ലക്ഷക്കണക്കിന് ഡോക്യുമെന്റ് അവർ ഇതിനോട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഭൂമികൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി, ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെയുള്ള ഭൂമികൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഡോക്യുമെന്റുകൾ പഠിച്ച് ശക്തമായി ഹൈക്കോടതിയിൽ വാദിച്ച് ഈ പറയുന്ന കമ്പനികളെല്ലാം, അല്ലെങ്കിൽ ഈ ഭൂമി തട്ടിയെടുത്ത ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ പോരാടിയ സുശീല ഭട്ടിനെ തൽസ്ഥാനത്ത് റിമൂവ് ചെയ്തു. അതിനുശേഷം ഇവർക്ക് എന്താ, ഈ റവന്യൂ വകുപ്പിന് ഇങ്ങനത്തെ കേസുകൾ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിഭാഷകൻ പോലും ഇല്ലാതെ ഏറെക്കാലം മുന്നോട്ട് പോയി. കേസുകൾ തുടരെ തോറ്റു കൊടുക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ 9.5 വർഷമായി. ഞാൻ ഒരു കൃത്യമായി ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ശബരിമല എയർപോർട്ട് വരാൻ പോകുന്ന ചെറുവള്ളിത്തോട്ടം, ആ ചെറുവള്ളിത്തോട്ടത്തില് 2600 ഏക്കറോളം സ്ഥലമാണ് ആകെയുള്ളത്. അതിൽ 600 ഏക്കർ എന്ന് പറയുന്നത് പശ്ചിമ ദേവസ്വത്തിന്റെയാണ്. ആ ദേവസ്വം ബോർഡും ആ പശ്ചിമ ദേവസ്വം അവിടെ എത്രയോ തവണ പറയുന്നു ഞങ്ങളുടെ ഭൂമി തിരിച്ചു തരണം. ഇപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നറിയോ? അത് സർക്കാരിന്റെ ഭൂമിയാണ്. ആ സർക്കാരിന്റെ ഭൂമി ഇപ്പോൾ സർക്കാർ തന്നെ വില കൊടുത്ത് വാങ്ങിയാണ്. ദേവസ്വം വകുപ്പിന്റെ ഭൂമി ഈ പറയുന്ന അയന ചാരിറ്റബിൾ സൊസൈറ്റി, ബിലീവേഴ്സ് ചർച്ചിന്റെ അയന ചാരിറ്റബിൾ സൊസൈറ്റി, അവർക്ക് ഭൂമിയിൽ ഒരു അവകാശമില്ല. അവരുടെ ഭൂമി പോക്കുവരവ് ചെയ്തിട്ടില്ല. അവരുടെ ആധാരം 2006 ഹാരിസൺ മലയാളത്തിൽ നിന്നും ഈ അയന ചാരിറ്റബിൾ സൊസൈറ്റി, അതായത് ബിലീവേഴ്സ് ചർച്ച് മേടിച്ച ആ ആധാരം തന്നെ റദ്ദ് ചെയ്തു, പോക്കുവരവ് റദ്ദ് ചെയ്തു. ഒരവകാശവുമില്ല. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോയത് ഈ 1930 മുമ്പാണ്. അന്ന് ഈ കേരളത്തിൽ വന്ന് ഭൂമി മേടിച്ച ഇതുപോലെയുള്ള വൻകിട
ഇവിടെ 1930 കേരളത്തിൽ ലാൻഡ് സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ 3 തരം ഭൂമി ഉണ്ടായിരുന്നുള്ളൂ: ദേവസ്വം വക, ബ്രഹ്മസ്വം വക, പണ്ടാരപ്പാട്ട വക. അത് ഈ പറയുന്ന ഭൂമി മുഴുവൻ എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ ഒക്കെ റോണി കെ നിയന്ത്രണത്തിലായിരുന്നു. ആ ബേബി ഭൂമികൾ 57-ന് മുഴുവൻ ശേഷം എത്രയോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വന്നുപോയി, എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ വന്നു. നിങ്ങൾ എന്ത് ഇനിഷ്യേറ്റീവാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്? ഞാൻ അതാണ് ഇവിടെ കൃത്യമായി അത് ആദ്യം തൊട്ട് ചെയ്യുന്നുണ്ട്. 57-ലെ ലാൻഡ് റിഫോംസ് ആക്ട് നമുക്കറിയാം. ലാൻഡ് റിഫോംസ് ആക്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സർക്കാർ അവരുടെ വലിയ ഭരണ നേട്ടമായി ചിത്രീകരിക്കുന്നു. പക്ഷെ അത് കോടതി അസാധുവായി പ്രഖ്യാപിക്കുന്നു. പലതവണ അത് മാറി മാറി വന്നു. പക്ഷെ എന്ത് ചെയ്തു? തോട്ടങ്ങൾ അതിന്റെ അകത്ത്, കാരണം ഇതെല്ലാം എന്ന് പറയുന്നത് കൂടുതൽ തോട്ടഭൂമിയായിട്ടാണ് പോയിരിക്കുന്നത് ഈ പറയുന്ന ദേവസ്വം വകുപ്പിന്റെ, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഭൂമികൾ മുഴുവൻ. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞോളൂ, ഈ കൃത്യമായി സർവേ നടപടികൾ പൂർത്തീകരിച്ച് കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം ഇത്ര ആർജവത്തോടുകൂടി ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് പോലും മുഴുവൻ ഭൂസമര സംഘടനകളും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളും സ്വാഗതം ചെയ്ത തീരുമാനമാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റെടുത്തത്. നിങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ അത് സെർച്ച് ചെയ്ത് നോക്കിയോ, അതിനെക്കുറിച്ച് പഠിച്ചു. ഡോക്ടർ MG രാജമാണിക്യം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ മുഴുവൻ എന്റെ ഉണ്ട്. കേരളത്തിലെ മുഴുവൻ ഭൂമിയുടെയും ഓരോ കൃത്യമായി ആരുടെ കൈവശമാണ് ഈ 5 ദേവസ്വങ്ങളുടെ ഭൂമി, ആരുടെയൊക്കെ കൈവശങ്ങളാണെന്ന് എന്റെ കൃത്യമായ കണക്കുണ്ട്. അഥവാ ഈ കേരളത്തിൽ മുഴുവൻ 10 ജില്ലകളിലായി ഹാരിസൺ മലയാളത്തിന്റെ കൈവശമുള്ളത് 1.25 ലക്ഷം ഏക്കറാണ്. അതിന് 10-15,000 ഏക്കർ എന്നൊരു ദേവസ്വം ഭൂമിയാണ്. ഇത് സർക്കാർ ചെയ്യേണ്ടത്. ഇവിടെ കൃത്യമായി കോടതി വരെ നിങ്ങൾ അറിയണം, ഈ നമ്മുടെ ഈ ചെറുവള്ളിത്തോട്ടം അത് ഏറ്റെടുക്കാനുള്ള രാജമാണിക്യത്തിന്റെ തീരുമാനത്തെ കേരള ഹൈക്കോടതി സ്വാഗതം ചെയ്യുന്നതാണ്, അംഗീകരിച്ചതാണ്. പക്ഷെ അത് മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. ഇവിടെ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതിനെ കൃത്യമായി ഇതൊന്നും അന്തരീക്ഷത്തിൽ ഇരുട്ടിൽ തപ്പേണ്ട കാര്യമില്ല.